بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة. الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا صدق الله مولانا العلي العظيم اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ സമീപകാല കേരളവും മൊത്തത്തിൽ ലോകവും തന്നെ പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ചും സമൂഹത്തിലുണ്ടായിത്തീരുന്ന ദുഷ്പ്രവണതകളിലൂടെ നമ്മുടെ ഒരു പറ്റം ചെറുപ്പക്കാർക്കെങ്കിലും തെറ്റായ ചില ധാരണകൾ വന്നുകൂടി എന്നതുകൊണ്ട് തന്നെ സംഭവിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ, അപകടങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മുതിർന്നത്. ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം എന്ന് പറയുമ്പോൾ നാനാ സമൂഹങ്ങൾ, നാനാ വിവിധ ജാതി മത വിഭാഗങ്ങളുള്ള നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ എങ്ങനെ കഴിഞ്ഞുകൂടണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ആവശ്യമാണ് എന്ന് വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ കണ്ണു തുറന്നും കാതു തുറന്നും കേട്ടിരിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണു തുറന്നാലേ കാത് തുറക്കൂ എന്നതുകൊണ്ട് തന്നെ ആദ്യം കണ്ണ് ശരിക്കും തുറന്നിരിക്കണം. അത്
പ്രസംഗിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാനുള്ള ഒരു കരുത്തുണ്ടാകുന്നത് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയാലാണ്. നിങ്ങൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രസംഗിച്ചിരിക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് പ്രസംഗത്തെ നന്നാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പ്രസംഗത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രസംഗം നന്നാവുന്നതിൻ്റെയോ പ്രശ്നമല്ല, നമ്മുടെ ജീവൽ പ്രശ്നമായി കാണേണ്ടതാണ് ഈ വിഷയം. നമ്മുടെ സമൂഹത്തിൽ അപകടകരമായ ചില പ്രവണതകൾ വളർന്നു വരുന്നുണ്ട്. ആരെന്ത് നിഷേധിച്ചാലും അത്തരത്തിലുള്ള പ്രവണതകൾ കൊണ്ട് സമൂഹത്തെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ സ്വയം തീവ്രവാദിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലെത്തിയാൽ, ഭീകരവാദിയാണ് എന്ന് മറ്റുള്ളവർ പ്രഖ്യാപിക്കുകയും മുദ്രകുത്തുകയും പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടായിരിക്കരുത് മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചിലർ പറയാറുള്ളത്, അവിടെ അങ്ങനെ ചെയ്യുന്നില്ലേ, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ ഒരു ബാൽ താക്കറ ഉണ്ടെങ്കിൽ ഇവിടെ അതുപോലൊരു താക്കറയുടെ ആവശ്യമില്ല. അങ്ങനെ മുസ്ലിങ്ങൾക്കൊരു സംസ്കാരമില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് വരും. മറുവശത്ത് എന്ത് നടക്കുന്നു എന്നതല്ല മുസ്ലിങ്ങൾക്ക് പ്രധാനം. അവൻ്റെ ജീവിതത്തെ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെടുത്തിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനുമായും ബന്ധപ്പെടുത്തിയാണ് അവൻ്റെ ജീവിതത്തെ അവൻ നയിക്കേണ്ടത്. മറുഭാഗത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നതിനെ മാത്രം ആസ്പദപ്പെടുത്തേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കില്ല. മറുഭാഗത്ത് ഹൈന്ദവ ഫാസിസത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ഇതര ദുരാരോപണങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും വഴികൾ സ്വീകരിക്കുന്നവരുണ്ടാകാം. അതൊന്നും നമുക്ക് നിഷേധിക്കാനാവില്ല. പുണ്യനബിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള വളരെ ഗൂഢമായ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടാകാം. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. മറുവശത്ത് അങ്ങനെ ചിന്തിക്കാനാകുമോ എന്നത് മാത്രമാണ് നമ്മൾ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പുറം കാണുന്നില്ല എന്ന ചോദ്യം വന്നാൽ, അങ്ങനൊരു പുറം എത്ര ഭീകരമായാലും മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കാതെ നിർവാഹമില്ല. മറുവശത്ത് എത്ര ഭീകരമായിരിക്കുന്നു എന്നത് നമ്മൾ നമ്മുടെ വർത്തമാന ചരിത്രത്തിൽ കാണുന്നതാണ്. മുസ്ലിങ്ങളെ എത്രയും മോശമാക്കിയെടുക്കാനുള്ള സജീവമായ ശ്രദ്ധ മറുഭാഗത്തുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കേണ്ടത്, മുസ്ലിങ്ങളുടെ ഇസ്ലാമികമായ ജീവിത രീതിയിൽ നിന്ന് അവർ പിൻവാങ്ങുകയും അവരെ മോശക്കാരായി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ നീ സ്വയം പ്രഖ്യാപിത തീവ്രവാദിയായാൽ നിന്നെ ഭീകരവാദിയാക്കാനും പിന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനുമുള്ള ആസൂത്രണങ്ങൾക്ക് യാതൊരർത്ഥത്തിലുമുള്ള ബുദ്ധിമുട്ടും മറുഭാഗത്തുണ്ടാവൂല എന്ന ബോധമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ജീവൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ തന്നെ നമ്മൾ അങ്ങനെ വേദനാജനകമായ സംഭവങ്ങൾ കണ്ടതാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാവ് നിയന്ത്രിക്കണമെന്നും പ്രവർത്തനങ്ങളിൽ പക്വത വേണമെന്നും പക്വമതികളായ നേതാക്കൾ പണ്ടേ മുതൽ പറഞ്ഞു വന്നതിനെ അതൊക്കെ ചില ആളുകളുടെ സംയമന വർത്തമാനങ്ങൾ മാത്രമാണ് എന്ന് പുച്ഛിച്ചു തള്ളിയവാൽ ഇപ്പോൾ കരളലിയിക്കുന്ന കാഴ്ചകൾ സമുദായവും അതുപോലെ തന്നെ പൊതുസമൂഹവും കാണേണ്ടി വന്നു എന്നതാണ് സത്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആരെയും മോശമാക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വിഷയം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ആരെയും മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആനുകാലിക സംഭവ വികാസങ്ങൾ നമുക്ക് പാഠമാണ്. നിങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നുണ്ടാവൂലോ അല്ലേ? ആനുകാലിക സംഭവ വികാസങ്ങളും നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടാകൂലോ. ഈ റമദാനിൽ പോലും നമ്മൾ വായിക്കേണ്ടി വന്നതും കാണേണ്ടി വന്നതും നമ്മുടെ കരളലിയിപ്പിക്കുന്നതാണ്. ഏതായാലും സമുദായത്തിൽ നിന്ന് ഒരാളെ വളരെ മോശമായ സ്വഭാവത്തിൽ പിടിച്ചു കെട്ടിയവനെ പോലെ കൊണ്ടുപോകുമ്പോഴും വേദന നമുക്ക് തന്നെയാണ്. നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. പക്ഷെ ഒന്നുണ്ട്, അത് അങ്ങനെ നേരത്തെ മുതൽ തന്നെ ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്
നീ പട്ടിയാണെന്ന് പറഞ്ഞാൽ പേപ്പട്ടിയാണെന്ന് പറയാനും തല്ലിക്കൊല്ലാനും ആളുണ്ടാകുമെന്ന് ബുദ്ധിയുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ ആ ബോധ്യത്തെ ഗുരുത്തക്കേട് കൊണ്ട് തട്ടിക്കളയാൻ ശ്രമിച്ചതിൻ്റെയും കൂടി ഫലമാണെങ്കിൽ ഈ ആപത്തിന്റെ മുമ്പിൽ വല്ലാത്ത വേദനയുണ്ടെങ്കിലും ആപത്ത് സ്വയം വരുത്തി വെച്ച കുഴിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇനിയും ഈ ആപൽക്കരമായ ഒരു വല്ലാത്തൊരു പ്രശ്നം, അതാണ് ഞാൻ പറഞ്ഞത്, സമുദായത്തിന്റെ ജീവൽ പ്രശ്നം എന്ന നിലയിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടി വരും. സകാത്തും നോമ്പും ഇസ്ലാമികമായ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും പ്രിയപ്പെട്ട പിതാക്കളും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുമാണ് ഈ വിഷയം. ഒരിക്കലും ഇത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊരു വിഷയമോ അല്ല. ഇത് സമുദായത്തിന്റെ ജീവൽ പ്രശ്നമാണ്. പരിശുദ്ധ ഇസ്ലാം നിന്റെ മുന്നിൽ വെക്കുന്നത് ആദ്യം മനുഷ്യനെയാണ്. മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കല്യാണാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഒരു സ്ത്രീയുടെ മകനെ വളരെ മോശമായി പരാമർശിക്കുന്നുണ്ട്. ഇബ്നു ഫുലാന എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീയെയും ആ സ്ത്രീയുടെ മകനെയും വളരെ മോശമായി പരാമർശിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരു തറവാടിത്തവും വലിയ കുലമഹിമയും ഒക്കെ പറയണ പണി. പ്രവാചകരോടത് പറയുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് കൊണ്ടുവരുന്നത്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് ഈ സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകനോടൊരു സ്ത്രീയുടെ അവരുടെ കുലം അവരുടെ ഗോത്രം ഇതിനെയൊക്കെ മോശമായി കണ്ടു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാതിരി ഒരു മോശമായ സ്വഭാവത്തിൽ ആ സ്ത്രീയെ പരിചയപ്പെടുത്തിയപ്പോഴാണ് ഖുർആൻ പറഞ്ഞത് ഒരു മനുഷ്യനെ അവഹേളിക്കാൻ പറ്റൂല. യാ യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണ്. നിങ്ങളൊക്കെ, അതായത് മനുഷ്യരൊക്കെ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും, ആദം അലൈഹിസ്സലാം, ഹവ്വ റളിയല്ലാഹു അൻഹ, ഈ രണ്ട്, അതായത് ഈ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് സകലരും ഭൂമിയിലുള്ളത്. എല്ലാവരുടെയും ഉമ്മയും വാപ്പയും ഒന്നാണ്. വജഅൽനാകും ശുഊബൻ വഖബായിൽ, നിങ്ങൾക്കിടയിൽ നാം വർണ്ണവർഗങ്ങളാക്കി നാം നിങ്ങളെ തരംതിരിച്ചു. എന്തിന്? ലിതആറഫു, പരസ്പരം അറിയാനാണ്, അറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല എന്ന് ഖുർആൻ പറഞ്ഞു. ആരാണ് നല്ലവൻ? ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാന്യൻ എന്ന് പറയുന്നത് തഖ്വയുള്ളവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ആ സ്വഹാബിയുടെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വർത്തമാനത്തിനാണ് ആകാശത്ത് നിന്ന് ജിബ്രീൽ വന്നത് അലൈഹിസ്സലാം. ഒരു മനുഷ്യനെ മോശാക്കാൻ അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ചില്ല എന്നർത്ഥം. അഷ്റഫുൽ ഖൽഖ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉൻദുർ ഫീ വുജൂഹിൽ ഖൗമി, മനുഷ്യരുടെ മുഖത്ത് നോക്കിയ നീ അവിടെ പല വർണ്ണങ്ങളും കാണുന്നില്ലേ? പക്ഷേ നീ ഒരൊറ്റ വർണ്ണത്തെയും പ്രത്യേകം അപമാനിച്ചേക്കരുത്. ലാ തുഫദ്ദിൽഹും ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ ഒരാളെയും പ്രത്യേകം ബഹുമാന്യനാണെന്ന് പറഞ്ഞേക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനിവിടെ ആദ്യം പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ എന്നോടത്ത് ഒരു മനുഷ്യനെയും അപഹസിക്കാൻ ഇസ്ലാം തയ്യാറല്ല. അല്ലെങ്കിലും മനുഷ്യനെയാണല്ലോ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചത്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. വലഖദ് കറംനാ ബനി ആദം,
മനുഷ്യപുത്രരെ നാം ബഹുമാനിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളായി പിറന്ന സകലരെയും അള്ളാഹു ബഹുമാനിച്ചു. മുസ്ലിങ്ങളെ മാത്രമാണ് എന്നൊന്നും ഈ ആയത്തിന് അർത്ഥം കാണാനാവൂല. ഉണ്ടോ? ബനു ആദം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണെന്ന് എവിടെയെങ്കിലും കണ്ടോ? അങ്ങനെയാണെങ്കിൽ യാസീനിൽ മറ്റൊരായത്തുണ്ടല്ലോ. യാസീനിൽ മറ്റൊരായത്തുണ്ട്. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹ്ദി ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹ്ദി ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ആദം നബിയുടെ ഒരു വിഭാഗം മക്കളെ കുറിച്ചാണ് പറഞ്ഞത്. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഏ കുറ്റവാളികളെ നിങ്ങൾ അങ്ങ് മാറി നിൽക്കണം, ഇന്നേ ദിവസം അങ്ങോട്ട് മാറി നിൽക്കണം. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഏ കുറ്റവാളികളെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണം. ഇനി ഞാൻ ചോദിക്കാം, അലം അഹ്ദി ഇലൈക്കും യാ ബനീ ആദം, ഏ ആദമിന്റെ മക്കളെ ഞാൻ നിങ്ങളോട് കരാറ് ചെയ്ത് പറഞ്ഞതെന്നല്ലയോ? അല്ലാ തഅബുദുശ് ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ വലിയ ശത്രുവാണെന്നും പ്രഖ്യാപിത ശത്രുവാണെന്നും. അപ്പൊ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് വലഖദ് കറംനാ ബനീ ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സകല മക്കളും അവരൊക്കെ അള്ളാഹു ബഹുമാനിച്ചു. മനുഷ്യൻ എന്നർത്ഥത്തിൽ മനുഷ്യത്വത്തെ അള്ളാഹു ബഹുമാനിച്ചു. മാത്രവുമല്ല അവന് തന്നെയാണ് വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും യാത്ര ചെയ്യാൻ ആവശ്യമായത് നാം അവന് ഒരുക്കി കൊടുത്തു. നാം അവരെ കടലിലും കരയിലും യാത്ര ചെയ്യിപ്പിച്ചു. കപ്പലുണ്ടാക്കി, വിമാനങ്ങൾ ഉണ്ടാക്കി, കരയിലും കടലിലും യാത്ര ചെയ്യാൻ ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അവർക്ക് നാം വിഭവങ്ങൾ ഭക്ഷണമാക്കി കൊടുക്കുകയും ചെയ്തു. വഫല്ലൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ, സകല ജീവികളെക്കാളും നാം അവരെ വിശേഷമാക്കി, അവരെ പ്രത്യേകമായി ശ്രേഷ്ഠപ്പെടുത്തി. നാം അവരെ ശ്രേഷ്ഠവാന്മാരാക്കി, മനുഷ്യരെ ശ്രേഷ്ഠവാന്മാരാക്കി. അപ്പൊ എല്ലാ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആദരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യനെയാണ് അല്ലാഹു അവന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യത്തിൽ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ വൈവിധ്യങ്ങളെ അംഗീകരിച്ചേ പറ്റൂ. എല്ലാ പ്രവാചകന്മാരും വന്ന് ഈ വിശുദ്ധമായ സന്ദേശം ലോകത്തിന് നൽകി. വിശ്വസിച്ചവൻ രക്ഷപ്പെട്ടു, ഇല്ലാത്തവനും ഇവിടെ ജീവിക്കണ്ടേ? ഈ വൈവിധ്യങ്ങൾ നിന്റെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാകുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞു വച്ചത്. അല്ലെങ്കിൽ നബിയെ, അങ്ങ് ഇവരെ എല്ലാവരെയും കൂടി വിശ്വസിപ്പിക്കാനാണോ ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് ഖുർആന്റെ ചോദ്യം. അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, ഇവർ മുഅ്മിനീങ്ങളാകുന്നത് വരെ താങ്കൾ ഇവരെയൊക്കെ ബലം പ്രയോഗിച്ചെടുക്കാമെന്നാണോ തീരുമാനം? നടക്കൂല, ഇവരെല്ലാവരും മുഅ്മിനീങ്ങളാകും എന്ന് അങ്ങ് വിചാരിക്കേണ്ടതില്ല. റസൂലുള്ളാഹിയുടെ സമൂഹം മുഴുവനും മുസ്ലിങ്ങളായി മാറി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതകാലത്തിലെ 99% വരുന്നവരും മുസ്ലിങ്ങളായി മാറുന്നൊരവസ്ഥയിലേക്ക് അവിടെ നിന്ന് 23 കൊല്ലം കഴിയുമ്പോഴേക്കും ഒരു ജനത എത്തിച്ചു. പക്ഷേ എന്നിട്ടും അള്ളാഹു നമ്മെ മനസ്സിലാക്കി തരുന്നൊരു സത്യമാണ്, എല്ലാവരെയും മുസ്ലിങ്ങളാക്കാനുള്ള തീരുമാനം, അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബോധം തെറ്റാണ്. ഇവിടെ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. ഇവിടെ വൈവിധ്യങ്ങളുണ്ട്. എന്തേ സംഭവിച്ചത്? ഇവിടെ ആകെ മുസ്ലിങ്ങളാക്കാൻ ശ്രമിച്ച ഒരു കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലിബറേഷൻ ഓഫ് ഇന്ത്യ ത്രൂ ഇസ്ലാം എന്നൊരു മുദ്രാവാക്യം. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഇത് രാഷ്ട്രീയം പറയാനല്ല, മറ്റൊരു വർത്തമാനവും ഇതിലില്ല. പക്ഷേ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ. ലിബറേഷൻ ഓഫ് ഇന്ത്യ ത്രൂ ഇസ്ലാം, പിന്നെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം അതിൽ എഴുതിയത് നിങ്ങൾ ഓർക്കുന്നോ? അപകടകരമായ ആ മുദ്രാവാക്യത്തിന് പകരം തന്നത് എന്താ? ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ എന്നായിരുന്നു. നിങ്ങളെല്ലാവരെയും മുസ്ലിങ്ങളാക്കാൻ ആഗ്രഹമുണ്ട്. അഷ്റഫുൽ ഖൽക്കിന്റെ ആഗ്രഹത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ കലാമിലൂടെ പറഞ്ഞത്, നബിയെ എല്ലാവരെയും മുസ്ലിങ്ങളാക്കാൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടോ. ഏത് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം
അവരുടെ പിന്നാലെ നടന്നിട്ട് ശരീരം നഷ്ടപ്പെട്ടു പോകുമോ പ്രവാചകരെ എന്ന് ഖുർആൻ ആശങ്കയോടെ ചോദിക്കുന്നുണ്ട് ഹബീബിനോട്. അങ്ങ് അവരുടെ പിന്നാലെ നടന്നിട്ട് അവരെ നന്നാക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ച് നടന്നിട്ട് എല്ലാവരെയും നന്നാക്കാനുള്ള അങ്ങയുടെ തീരുമാനത്തിൽ ശരീരം പോലും അങ്ങ് ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം. അപ്പൊ ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയ അപകടം ആലോചിച്ച് നോക്കിയേ. ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയ അപകടം ശരിക്കും ചിന്തിക്കണം. നിങ്ങൾക്ക് എന്ത് ദേഷ്യം വന്നാലും വേണ്ടില്ല, ഇന്നോടെ ഈ ക്ലാസ് അവസാനിച്ചാലും വേണ്ടില്ല, ഇത് ചിന്തിച്ചേ പറ്റൂ അല്ലേ? ലിബറേഷൻ ഓഫ് ഇന്ത്യ ത്രൂ ഇസ്ലാം. ഇസ്ലാമിലൂടെ മാത്രമേ ഇന്ത്യക്ക് മോചനമുള്ളൂ. നമുക്ക് ആർക്കും അതിലൊന്നും തർക്കമില്ല. മനുഷ്യന്റെ മോചനം ഇസ്ലാമിലൂടെയാണ് എന്ന് പറയാനാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ മനുഷ്യ സമൂഹത്തിലെ വൈവിധ്യങ്ങളെ, ആ വൈവിധ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ മുസ്ലിമിന് മുന്നോട്ട് പോകാനാവില്ല. ഈ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ഈ മണ്ണ് വൈവിധ്യങ്ങളുടെ നാടാണ്. ഒരുപാട് മതങ്ങൾ, ഒരുപാട് ദർശനങ്ങൾ, അവയൊക്കെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ സൗഭാഗ്യം. ഇന്ത്യയിലേക്കാണ് ഹൈന്ദവ മതത്തിന്റെ നാനാ വിഭാഗങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ക്രൈസ്തവതയും ജൂതമതവും പിന്നെ ഇസ്ലാമും കടന്നു വന്നത്. ഇവിടെ അവർ സ്വീകരിച്ചില്ലേ നമ്മളെ? ഇവിടെ അവർ നമ്മളെ സ്വീകരിച്ചില്ലേ? ബോധത്തോടെ ആലോചിക്കണം. സമുദായത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ അവർ നമ്മളെ എത്ര മനോഹരമായി സ്വീകരിച്ചു. ഇവിടെ അവർ നമുക്ക് പള്ളി പണിയാൻ സ്ഥലം തന്നില്ലേ? ഇവിടെ അവർ നമുക്ക് സ്ത്രീകളെ മുസ്ലിങ്ങളാക്കി വിവാഹം കഴിപ്പിക്കാൻ ആവശ്യമായ തലത്തിലുള്ള സൗകര്യം തന്നില്ലേ? ഏത് മനുഷ്യരാണവർ? നിങ്ങൾ ആലോചിച്ചൊക്കെ. സ്വന്തം പെണ്ണിനെ ദാ മുസ്ലിമാക്കി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാൻ മാത്രം കഴിയുന്ന മഹാമനസ്കതയെ എന്ത് പേരിട്ട് വിളിക്കണം? എന്ത് പേരിട്ട് വിളിക്കണം? ആരുമില്ലാത്തൊരു നാട്ടിലേക്ക് പ്രത്യേക ഒരു വിശ്വാസവുമായി കടന്നു വരുന്ന ഒരു ജനതയെ മണ്ണ് കൊടുക്കാനും പെണ്ണ് കൊടുക്കാനും തയ്യാറാകുന്ന മഹാമനസ്കതക്ക് നാം ചരിത്രത്തിൽ എവിടെയാണ് തുല്യത കാണേണ്ടത്? എത്രയധികം രാഷ്ട്രീയമായ അതിക്രമം എന്ന നിലക്ക് തന്നെ ഇന്ത്യയിൽ കടന്നു വന്നവനോട് പോലും മുസ്ലിം അവന്റെ ഇസ്ലാമിക ജീവിത നിഷ്ഠ കാട്ടിയപ്പോ അവന്റെ മുമ്പിൽ ഇന്ന് അങ്ങ് പോകരുത് എന്ന് പ്രാർത്ഥിക്കാൻ പൗരപ്രമാണിമാർ കൂടിയത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാണാം. AD 736 മുഹമ്മദ് ബിൻ ഖാസിം അത്തഖഫി റളിയല്ലാഹു അൻഹു എന്ന 17 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ, 17 വയസ്സേ എന്നുള്ളൂ. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ആ കാലഘട്ടത്തിന്റെ ഗവർണർ, ഇറാഖിന്റെ ഗവർണറുടെ സൈന്യാധിപനായിട്ടാണ് മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം അത്തഖഫി എന്ന 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ത്യയിൽ വരുന്നത്. ദാഹിർ എന്ന സിന്ധ്, വളരെ ചെറിയൊരു പ്രവിശ്യയാണ് അറബികൾ കീഴടക്കിയിട്ടുള്ളൂ. സിന്ധിലെ ആ പ്രവിശ്യയുടെ ഭരണകൂടം അന്ന് ദാഹിർ എന്നൊരു രാജാവിന്റെ കീഴിലാണ്. മുസ്ലിങ്ങൾ ആദം മല സന്ദർശിക്കാൻ വേണ്ടി സിലോണിലേക്ക് പോയപ്പോ ഈ കടലിൽ കൂടെ യാത്ര ചെയ്ത ഒരു വിഭാഗം മുസ്ലിങ്ങളെ കടൽ കൊള്ളക്കാർ ആക്രമിച്ചു. കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഹജ്ജാജ് ബിൻ യൂസുഫിന് വല്ലാതെ നൊന്തു. ഹജ്ജാജ് ബിൻ യൂസുഫ് ദാഹിറിന് കത്തെഴുതി. ഇതിനൊരു പരിഹാരവും നഷ്ടപരിഹാരവും തരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കത്ത്. പക്ഷേ പുച്ഛത്തോടെ ആ കത്ത് വലിച്ചെറിഞ്ഞു. രണ്ടാമതും മൂന്നാമതും അതിനാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ വന്ന് പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, മാന്യമായൊരു മറുപടി പോലും കൊടുത്തില്ല. അവസാനം മുസ്ലിങ്ങൾ പടനയിച്ചു. ആദ്യത്തെ മുസ്ലിം സമൂഹം കടന്നു വന്നിട്ടും രക്ഷപ്പെടാനായില്ല. ദാഹിറുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട് തിരിച്ചുപോയി. 17 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഈ ദൗത്യം ഏറ്റെടുത്തു. കേവലം 17 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. ആ സൈനിക സമൂഹം ഇന്ത്യയിൽ സിന്ധ് ആക്രമിക്കുന്നു. സിന്ധിൽ കടന്നു വന്നു, ദാഹിറിനെ കൊലപ്പെടുത്തി. ഈ രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം സ്ഥാപിതമാകുന്നു സിന്ധിൽ 1736 AD 736. അത് സ്ഥാപിതമായി ഏതാണ്ട് 6 മാസക്കാലം ഈ രാജ്യം, അതായത് സിന്ധ് പ്രവിശ്യ മുസ്ലിങ്ങൾ ഭരിച്ചു, അറബികൾ ഭരിച്ചു. രാഷ്ട്രീയമായ മാറ്റം ഇറാഖിൽ സംഭവിച്ചു. ഹജ്ജാജ് ബിൻ യൂസുഫ് തെറിച്ചു. അവസാനം ഇബ്നു ഖാസിമിനെ തിരിച്ചു വിളിച്ചു. ഇബ്നു ഖാസിമിനെ തിരിച്ചു വിളിക്കുന്നതിന് മറ്റൊരു പ്രശ്നവും കൂടി ഉണ്ട് എന്ന് പ്രഗത്ഭരായ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ദാഹിറിന്റെ 3 പെൺമക്കളെയും ഇബ്നു ഖാസിം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അടുക്കലേക്കും അവിടുന്ന് ചക്രവർത്തിയുടെ മുമ്പിലേക്കും എത്തി. ഖലീഫ അബ്ദുൽ മലിക് എന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ, ഖലീഫ വലീദിന്റെ മുമ്പിൽ. ദാഹിറിന്റെ പെൺമക്കളിൽ മൂത്ത പുത്രി പറഞ്ഞു, ഭാര്യയാക്കാൻ സമ്മതമായിരുന്നു, പക്ഷേ താങ്കൾ എന്നെ ഭാര്യയാക്കാനുള്ള സമ്മതത്തിന് മുമ്പിൽ ഞാനൊരു കാര്യം പറയട്ടെ.
3 ദിവസം കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ഇബ്നു ഖാസിം എന്ന ആ ചെറുപ്പക്കാരൻ എന്നെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പീഡന വർത്തമാനം ആദ്യമായി ഖലീഫ വലീദിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഒന്നും നോക്കിയില്ല. അദ്ദേഹത്തെ, അതായത് ഇബ്നു ഖാസിമിന്റെ മയ്യത്ത് കൊണ്ടുവരാനായിരുന്നു ഖലീഫയുടെ കൽപ്പന. ഖലീഫ ആ മയ്യത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പെൺകൊടിയോട് പറഞ്ഞു, നിന്നെ അപമാനിച്ചവന്റെ മയ്യത്താണ് എന്ന്. ചരിത്രത്തിൽ കാണാം, ഇബ്നു ഖാസിം എന്ന ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് മുമ്പിൽ വെച്ചപ്പോ ഈ സ്ത്രീ പറഞ്ഞു അത്രേ, ഇല്ല, അപമാനിച്ചിട്ടില്ല. അപമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കൊല ചെയ്തതിൻ്റെ പ്രതികാരം എടുക്കാൻ ഇതല്ലാത്ത മറ്റൊരു മാർഗമില്ലാതിരുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ അപമാനിതയായിട്ടില്ലെന്ന് മാത്രമല്ല, 3 ദിവസത്തെ കാരാഗ്രഹവാസത്തിൽ ഇത്രമേൽ ഒരു ഉമ്മയോട് അല്ലെങ്കിൽ ഒരു പെങ്ങളോട് പെരുമാറുന്ന ബഹുമാനത്തോടെയും ആദരത്തോടും മാത്രമാണ് ഇബ്നു ഖാസിം എന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഇത്രമേൽ മാന്യത ഞാൻ മറ്റൊരിടത്ത് കണ്ടിട്ടില്ല. ആ ഇബ്നു ഖാസിം പോകാൻ നേരത്താണ് തൻ്റെ ജനതയോട് ചോദിച്ചത്, എനിക്ക് പോകണം, ഗവർണർ തിരിച്ചു വിളിച്ചു എന്ന്. ഗവർണർ തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ജനത, പൗരപ്രമാണിമാരായ ഹിന്ദുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞത്, പ്രിയപ്പെട്ട ഇബ്നു ഖാസിം, അങ്ങ് തിരിച്ചു പോകരുത് എന്നായിരുന്നു. ഇന്ന് പോകണമെന്ന് പറയിപ്പിച്ചവർ അന്ന് പോകണ്ടെന്ന് പറയിപ്പിച്ചവരായിരുന്നു. ഇന്ന് പോകണമെന്ന് പറയുന്നുവെങ്കിൽ അന്ന് പോകണ്ടെന്ന് പറഞ്ഞവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, ആക്രമിച്ച് കടന്നു വന്നിട്ട് പോലും പ്രിയപ്പെട്ട ഇബ്നു ഖാസിം അങ്ങ് പോകരുതെന്ന് പറഞ്ഞിട്ടും എൻ്റെ ഗവർണറുടെ തീരുമാനമാണ്, ഖലീഫയുടെ തീരുമാനമാണ്, പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഗ്രഹമുണ്ടാക്കി പൂജിക്കുന്നിടത്തേക്ക് വരെ ഇന്ത്യയിലെ ഹിന്ദു മാറിയിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ ഈ വൈവിധ്യങ്ങളെ മാറ്റണോ? ഈ വൈവിധ്യങ്ങൾ എന്നത് ഇന്ത്യയുടെ സൗന്ദര്യമാണെന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, വലൗ ശാ റബ്ബുക്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, സകല മനുഷ്യരെയും മുസ്ലിങ്ങളാക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ലെന്ന് വരികിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വൈവിധ്യം എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ പറ്റൂ മുസ്ലിങ്ങൾക്കും. നമ്മൾ ആരെയും മുസ്ലിങ്ങളാക്കാൻ വേണ്ടി പണിയെടുക്കണ്ടെന്നോ നന്മ ചെയ്യാൻ വേണ്ടി പണിയെടുക്കണ്ടെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ പറ്റൂ. ഈ യാഥാർത്ഥ്യമാണ് അഷ്റഫുൽ ഖൽഖിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഉണർത്തി കൊടുക്കുന്നത്. ഈ യാഥാർത്ഥ്യം നബിയെ അങ്ങും അംഗീകരിക്കണം. എല്ലാവരെയും മുസ്ലിങ്ങളാക്കാൻ പറ്റുമെന്നൊന്നും അങ്ങ് ധരിച്ചു പോകണ്ട. ഇവിടെ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. ഏത് യാഥാർത്ഥ്യത്തെയും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. യുദ്ധം നിർബന്ധമാക്കപ്പെട്ട ആയത്ത് സൂറത്തുൽ ഹജ്ജിലേതാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഉദിന ലില്ലദീന യുഖാതലൂൻ ബിഅന്നഹും ളുലിമൂ, ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒരു ജനതയോട് അനുവാദം കൊടുക്കപ്പെട്ടിരിക്കുന്നു അവരോട് യുദ്ധം ചെയ്യാൻ. ആർക്ക് യുദ്ധം ചെയ്യാൻ? ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുകയും അതിക്രമിക്കപ്പെടുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞു. എന്തിനാണെന്നറിയുമോ ഈ അവസാനത്തെ യുദ്ധവും? വൈവിധ്യങ്ങളെ സംരക്ഷിക്കാനാണ്. ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു വരുന്നു മനസ്സിലാവണില്ല എന്നുണ്ടോ? വൈവിധ്യങ്ങളെ സംരക്ഷിക്കാനാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും അലാ ബഅലിൻ ലഹുദിമത് സവാമിഉ വബിയഉം വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്തിനാ? ഖുർആൻ പറയുന്നത് വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും ബിബഅൽ അലാ ബഅൽ, ഒരു ജനതയെ മറ്റൊരു ജനതയെ കൊണ്ട് തടയേണ്ടി വരുന്നത് അങ്ങനെ തടഞ്ഞിട്ടില്ലെങ്കിൽ ലഹുദിമത് സവാമിഉ. സവാമിഉ എന്ന് പറഞ്ഞാൽ ജൂത പർണശാലയാണ്. വബിയഉൻ വസലവാതുൻ വമസാജിദ്, 3-4 സ്ഥലങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന് സിനഗോഗുകൾ, അതായത് ജൂത ക്ഷേത്ര ആരാധനാഗേഹങ്ങൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, സന്യാസിമാരുടെ പർണശാലകൾ, ക്രൈസ്തവ ചർച്ചുകൾ, വമസാജിദു, പള്ളികൾ. പള്ളി സംരക്ഷിക്കാനാണ് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അള്ളാഹു ഇങ്ങനൊരു പണി ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു അനിവാര്യമായ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ ലഹുദിമത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. അങ്ങനെ വന്നില്ല എങ്കിൽ ഇതൊക്കെയാണ് തകരുക. അതായത് ജൂത സിനഗോഗുകൾ തകരും, ക്ഷേത്രങ്ങൾ തകരും, ക്രൈസ്തവ ദേവാലയങ്ങൾ തകരും,
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം അധികമായി പറയപ്പെടുന്ന മസ്ജിദുകളും തകരും. നോക്കൂ, ലഹുദിമത്ത് മസാജിദു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെന്നർത്ഥം. പള്ളികൾ തകരും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞില്ല. അമ്പലങ്ങൾ തകരുന്നതും മുസ്ലിങ്ങൾക്ക് ഹാനികരമാകുന്നു എന്നർത്ഥം. ക്ഷേത്രങ്ങൾ, പർണശാലകൾ തകരുന്നതും മുസ്ലിങ്ങൾക്ക് പറ്റില്ലെന്നർത്ഥം. ദേവാലയങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങളിലും അക്രമമുണ്ടാകുന്നത് മുസ്ലിങ്ങൾക്ക് സമ്മതമല്ല എന്നർത്ഥം. എന്തേ, നിങ്ങൾക്ക് എന്നോട് യോജിക്കാനാവണില്ലേ? അല്ല, എന്നോട് യോജിക്കാനാവില്ലേ? ഇതിങ്ങനെ പറഞ്ഞേ പറ്റൂ എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം തന്നെ ചർച്ച ചെയ്തത്. എന്തേ, നിങ്ങൾക്ക് എന്നോട് യോജിക്കാനാവണില്ലേ? ക്രൈസ്തവ ദേവാലയങ്ങൾ തകരുന്നത് മുസ്ലിങ്ങൾക്ക് അഭികാമ്യമാണോ? നോക്കൂ, ലഹുദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ. അല്ലാഹുവിന്റെ നാമങ്ങൾ ഏറെ ഓർക്കപ്പെടുന്ന പള്ളികൾ തകരരുത്. സിനഗോഗുകളും ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളും തകരരുത്. അത് തകരാതിരിക്കാൻ വേണ്ടിയാണ് അനിവാര്യമായി വന്നപ്പോൾ ഈ യുദ്ധം എന്നത് ഖുർആൻ പറഞ്ഞു വച്ചത്. ഈ യുദ്ധത്തിന്റെ അനിവാര്യതയിൽ പോലും ഖുർആൻ പറഞ്ഞു, ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കണം, ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കണം. നീ ക്ഷേത്രത്തിൽ പോകണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ആ ക്ഷേത്രം അവിടെ ഉണ്ടാവണം. നീ പർണശാലയിൽ പോയിരിക്കണം എന്നുമല്ല പറഞ്ഞത്, ഞാൻ വിശദീകരിക്കും. പക്ഷേ ആ പർണശാല നിലനിൽക്കണം. നീ ക്രൈസ്തവ ദേവാലയത്തിൽ പോയി പൂജിക്കണം എന്നുമല്ല പറഞ്ഞത്, പക്ഷേ ആ ക്രൈസ്തവ ദേവാലയം അവിടെ നിലനിൽക്കണം. എത്രത്തോളം സൈനിക സമൂഹങ്ങളെ അയക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു തആല അൻഹും റളിയല്ലാഹു അൻ ഇവരൊക്കെ പ്രത്യേകം പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ നശീകരണം എന്ന പരിപാടി ഒരിക്കലും ആലോചിച്ചേക്കരുത്. നശിപ്പിക്കാനല്ല, നശിപ്പിക്കാനല്ല, നശിപ്പിക്കാനല്ല. ഒരു പെണ്ണിനെ പോലും അപമാനിക്കാൻ ഈ സൈന്യം മുന്നോട്ട് പോയാൽ സാധ്യമാകരുത് എന്ന് ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന് ശേഷം അത്തരം സൈന്യങ്ങളെ വിട്ട മഹാനായ സിദ്ദീഖുൽ അക്ബറും റളിയല്ലാഹു അൻഹും പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. നിങ്ങൾ പോകുന്ന വഴിയിൽ ഏതൊക്കെ നശിപ്പിക്കരുതെന്നോ? പച്ചവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. കൈ മാത്രമല്ല, പച്ച മരം വെട്ടരുത്, പച്ച മരം വെട്ടരുത്. എന്ത് വെട്ടാൻ പാടില്ല? പച്ചമരം വെട്ടരുത്, തോട്ടങ്ങൾ നശിപ്പിച്ചേക്കരുത്, അതുപോലെ തന്നെ വൃദ്ധരെ കൊന്നൊടുക്കരുത്, കൊച്ചുമക്കളെ കൊല്ലരുത്, പെണ്ണുങ്ങളെ കൊല്ലരുത്, അവരെ അപമാനിക്കരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം യുദ്ധം ചെയ്യണം എന്നായിരുന്നു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മതത്തിന് എവിടെയാ കുഴപ്പം? ഈ മതത്തെ അനാവശ്യമായ തെറ്റുധാരണകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരും അങ്ങനെയുള്ളതിന് കാരണമായി തീരാൻ വേണ്ടി സമുദായത്തിൽ തന്നെ അവിവേകം കൊണ്ട് പണിയെടുക്കുന്നവരും ആലോചിക്കട്ടെ, ഈ മതം എന്താ പറഞ്ഞു തന്നത്? ഇത്രമേൽ മനോഹരമായിട്ട് എവിടെയാണ്, മറ്റേത് മതങ്ങളിലാണ്, മറ്റേത് തത്വസംഹിതയിലാണ് പറഞ്ഞു വച്ചത്? നീ പോകുന്ന വഴിയിൽ നീ അക്രമത്തിനല്ല പോകുന്നത്, നീ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് പോകുന്നത്. ആ ദീനിന്റെ സന്ദേശം മുഴക്കുമ്പോൾ പാവപ്പെട്ടവനെ നീ ഒരിക്കലും അതിക്രമിച്ചേക്കരുത്. പർണശാലകളിൽ ധന്യമായി ധ്യാനത്തിലിരിക്കുന്ന, തപോധന്യമായ ധ്യാനം കഴിക്കുന്ന സന്യാസിവര്യന്മാരുണ്ടാകും. ആ സന്യാസിമാരെ ഒരിക്കലും നീ ആക്രമിച്ചേക്കരുത് എന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനതയെ ഉപദേശിക്കും. യമനിലേക്ക് പോകുമ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു, യസ്സിറു വലാ തുഅസ്സിറു, എളുപ്പമാണ് ചെയ്യേണ്ടത്, ദ്രോഹമല്ല ചെയ്യേണ്ടത് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിലും ഈ ദീൻ, ഈ കണിശതയുണ്ട്. മയമാണ് ഇസ്ലാം, മയമാണ് ഇസ്ലാം. ഒരിക്കലും അത് അമിതമായ ഒരു തീവ്രവാദമല്ല, ഒരിക്കലും ആകാൻ പാടില്ലതാനും. എവിടെ അതിക്രമമുണ്ടോ അവിടെ ഇസ്ലാമില്ല, എവിടെ അതിക്രമമുണ്ടോ അവിടെ ഇസ്ലാമില്ല. യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴും അതിക്രമം എന്നത് ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞു ഖുർആൻ. വഖാതിലൂ ഫീ സബീലില്ലാഹ് അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. ആരോട്? അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്തവരോട്. ശരിക്കും ശ്രദ്ധിച്ചോളൂ, അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്, അവരോടാണ് യുദ്ധം ചെയ്യേണ്ടത്. എന്നാലോ വലാ തഅ്തദൂ, നിങ്ങൾ അതിക്രമം കാട്ടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിക്രമം കാട്ടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല.
അതിക്രമം, അതായത് ഒരടി ഇങ്ങോട്ട് തന്നതിനപ്പുറത്തേക്ക് അതിക്രമപരമായ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ ഇസ്ലാം വിടുന്നില്ല നിന്നെ. അതിക്രമം എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ ദീൻ സമ്പൂർണമായും നീതി സ്ഥാപിതമായ മതമാണ്. നീതിയാണ് ഇതിൻ്റെ പ്രമേയം. നീതിയാണ് എല്ലാത്തിലും നീതി. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. നിരന്തരമായ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് ഈ നീതി വിട്ടിട്ടുള്ള ഒരു കളിയും മുസ്ലിങ്ങൾക്ക് പറ്റൂല എന്ന്. ഉറങ്ങിയോ? ഉറക്കം വരണ്ടോ? الذين آمنوا كونوا قوامين لله شهداء بالقسط. ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹ്ക്ക് സാക്ഷികളാകണം. എങ്ങനെ അല്ലാഹ്ക്ക് സാക്ഷികളാകണം? നിങ്ങൾ അല്ലാഹുവിലേക്ക് എഴുന്നേൽക്കണം. എങ്ങനെ? ശുഹദാഅ ബിൽ ഖിസ്തി, നീതിയുടെ സാക്ഷികളായി. നീതിയില്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നവരല്ല. നിങ്ങൾക്ക് നീതിബോധമുണ്ടെങ്കിലേ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ യോഗ്യരാകുന്നുള്ളൂ. നീതി ഒരു അനിവാര്യമായ ഇസ്ലാമിക പക്ഷമാണ് എന്ന് വരുന്നു. ഒരു അനീതിയും മുസ്ലിങ്ങൾക്ക് നേരെയോ ആരുടെ നേരെയും ചെയ്യാനാവുന്നില്ല. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു ഖൈബറിലെ യുദ്ധത്തിന് ശേഷം ഖൈബറിലെ ജിസിയ പിരിക്കാൻ വേണ്ടി പോകുന്ന സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഖൈബറിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു നിൽക്കുന്നു. ഖൈബറിൽ ചെന്ന് നിൽക്കുന്ന മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഈത്തപ്പഴങ്ങളിൽ നിന്ന് നല്ലത് മാത്രം എടുക്കുകയും മറ്റുള്ളത് ഇവിടെ ശേഷിപ്പിക്കുകയും ചെയ്യുന്ന അതിക്രമം ചെയ്യരുത് എന്ന് ജൂതന്മാർ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശിഷ്യൻ പറയുന്നു, വല്ലാഹി ലഖദ് ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിൽ ഖൽഖി ഇലയ്യ വല അൻതും അബ്അലുൽ ഖൽഖി ഇലയ്യ. വല്ലാഹി, അല്ലാഹ് തന്നെ സത്യം, ലഖദ് ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിൽ ഖൽഖി ഇലയ്യ, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യന്റെ മുമ്പിൽ നിന്നാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖിൽ നിന്നാണ്. ഇപ്പോ ഞാൻ നിൽക്കുന്നത് വല അൻതും അബ്അലുൽ ഖൽഖി ഇലയ്യ, നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ എൻ്റെ അനിഷ്ടങ്ങൾക്ക് പാത്രീഭൂതരായ ഒരു വിഭാഗം ആളുകളാണ് താനും, നിങ്ങൾ ജൂതന്മാരാണ്. വല തജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു വൽ യഹൂദ വല്ലദീന അശ്റകൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശത്രുത മുസ്ലിങ്ങളോട് ഉണ്ടാവുക ജൂതനാണ്, ഏറ്റവും വലിയ ശത്രുത എല്ലാ കാലത്തും അങ്ങനെയാണ്. എന്നാൽ ക്രൈസ്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വല തജിദന്ന അഖ്റബന്നാസി മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു ഇന്നാ നസാറ എന്നായിരുന്നു. ക്രൈസ്തവർ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പ്രഖ്യാപിച്ചവർ, ആ പ്രഖ്യാപിച്ച വിഭാഗം ആളുകൾ അവർ മുഅ്മിനീങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളവരാണെന്നാണ് ഖുർആന്റെ പക്ഷം. മനസ്സിലായില്ല? കാശ് കൊടുത്ത കുഴപ്പമില്ല. വല തജിദന്ന അശദ്ദന്നാസി അദാവതൻ, ശത്രുതയുടെ കാര്യത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളത് ലില്ലദീന ആമനു അൽ യഹൂദ വല്ലദീന അശ്റകൂ, സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുവും ഉണ്ടാവുക ജൂതനായിരിക്കും. എന്നാൽ ക്രൈസ്തവരോ മുഅ്മിനീങ്ങളോട് അടുപ്പമുള്ളവരാണെന്നാണ് ഖുർആന്റെ വാദം. ഖുർആന്റെ വാദം തെറ്റാണെന്ന് പറയാനാവൂലല്ലോ. ക്രൈസ്തവർ അല്ലദീന ഖാലു ഇന്നാ നസ്വാറ, ഞങ്ങൾ ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞ ആളുകളെ, അവരെ താങ്കൾക്ക് കാണാൻ പറ്റുക താങ്കളോട് കൂടുതൽ ഇഷ്ടമുള്ളവരാണ്. ഇത് മദീനയുടെയും മക്കയുടെയും പ്രത്യേക സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് വന്ന ആയത്താണ്. സംഗതി അത് തന്നെയാണ് സത്യവും. അങ്ങനെ തന്നെയാണ് അതിന്റെ സത്യവും. എന്തുകൊണ്ട്? ഇത് മക്കയിൽ നിന്ന്
പീഡനകാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബീസീനിയയിലേക്ക് ഒരു പറ്റം സഹാബാക്കളെ ഹിജ്റ പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അവർ ഹിജ്റ പോയി. ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഒരു പറ്റം സഹാബാക്കൾ ഹിജ്റ പോയത്. ജഅഫറും കൂട്ടരും അവിടെ ചെന്നു, അവിടെ സ്ഥാനം പിടിച്ചു എന്ന് വന്നപ്പോൾ അബീസീനിയയുടെ രാജാവ്, സാമന്ത രാജാവായ നജാഷി രാജാവിന്റെ അടുക്കലാണ് അവർ സുരക്ഷിതമായി കഴിയുന്നതെന്നറിഞ്ഞപ്പോൾ അംർ ബിൻ ആസും കൂട്ടരും ഖുറൈശികൾ അങ്ങോട്ട് ചെന്നു. അംർ ബിൻ ആസ് പിന്നീട് മുസ്ലിമായ മഹാനായ സ്വഹാബിയാണെങ്കിലും അദ്ദേഹം അക്കാലത്ത് ഖുറൈശികളുടെ നേതാവായിരുന്നു. ഖുറൈശി നേതാവ് എന്ന നിലയിലാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ നജാഷി രാജാവ് പാർപ്പിച്ച ഈ വിഭാഗം ആളുകളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്നും ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സാമൂഹിക ഛിദ്രത വളർത്തുകയും ചെയ്ത് ഞങ്ങളുടെ പിതാക്കളായി നടന്നു വരുന്ന ആചാരങ്ങളെ എതിർത്തു വന്ന ഒരു പുതിയ മതത്തിന്റെ ആളുകളാണ് എന്ന് മഹാനായ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും കുറിച്ച് പരാതി പറഞ്ഞു അംർ ബിൻ ആസ്. നജാഷി രാജാവ് അവരെ വിളിപ്പിച്ചു. സ്വാഭാവികമായും അല്പം ദേഷ്യത്തോടെയാണ് വിളിപ്പിച്ചത്. ആ ദേഷ്യത്തോടുകൂടെ വിളിപ്പിച്ചിട്ട് ജഅഫറിനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും കാര്യം ചോദിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹു ഹൃദയസ്പൃക്കായ ഒരു മനോഹരമായ പ്രസംഗം നടത്തി മഹാനായ നജാഷി രാജാവിനോട്. നജാഷി രാജാവിനോട് ചോദിച്ചു, അല്ല, ഏത് കുഴപ്പം കൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ക്രൂരമായി അങ്ങ് പെരുമാറാൻ കാരണം? ഇത്രമേൽ ക്ഷോഭത്തോടുകൂടെ ഞങ്ങളോട് വർത്തമാനം പറയാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഞങ്ങളെ മനുഷ്യനാക്കാൻ വന്ന ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചു എന്നതാണോ? ഞങ്ങൾ വിഗ്രഹങ്ങളെ പൂജ ചെയ്യുകയും അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ചെയ്തിരുന്നിടത്ത് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തെ, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യനെ അംഗീകരിച്ചു പോയതാണോ? ഞങ്ങളുടെ സഹോദരിയും മാതാവും ആരെന്നറിയാതെ ഏത് പെണ്ണിനെയും പ്രാപിക്കുന്ന വിധത്തിലേക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ട ഞങ്ങളുടെ മനസ്സിലേക്ക് മാനവികതയുടെ ബോധം തന്ന ഒരു മഹാമനുഷ്യനെ ഞങ്ങൾ അംഗീകരിച്ചതാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ പ്രസംഗം മനോഹരമായി നടക്കാൻ മഹാപ്രവാചകന്മാരെല്ലാം കൊണ്ടുവന്ന സന്ദേശവുമായി വന്ന് അള്ളാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശ്വസിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഈ പറയുന്ന മനുഷ്യൻ നിങ്ങൾ ഈ പറയും വിധമാണെങ്കിൽ അത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കൂടെ അവരൊക്കെ പറഞ്ഞ സന്ദേശത്തിന്റെ ഭാഗമായിരിക്കില്ലേ? അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു. മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തി മഹാനായ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയം പാരായണം ചെയ്തു. ആ പാരായണം കേട്ടപാടെ നജാഷി രാജാവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ജഅഫർ ബിൻ അബി താലിബ് തങ്ങളുടെ കരം പിടിച്ചു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറായുനഹും തഫീദു മിനദ്ദം മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, മുഹമ്മദ് നബിക്ക് അവതീർണമായ ഈ വേദഗ്രന്ഥം അവർ കേട്ടാൽ തറായുനഹും തഫീദു മിനദ്ദം, കണ്ണുകൾ സജലങ്ങളായി അവരുടെ കവിൾത്തടങ്ങളിലൂടെ ചാടുന്നത് കാണാം. ഖുർആൻ പാരായണം ചെയ്ത പാടെ ആ രാജസദസ് മുഴുവൻ വിങ്ങിപ്പൊട്ടി. നജാഷി രാജാവ് മഹാനായ ജഅഫർ ബിൻ അബി താലിബ് തങ്ങളുടെ മുമ്പിൽ വന്ന് കൈപിടിച്ചു. ഈ പരിശുദ്ധമായ ഗ്രന്ഥം കൊണ്ടുവന്നയാൾ, ഈ വിശുദ്ധമായ സന്ദേശം കൊണ്ടുവന്നയാൾ, ഈ മനുഷ്യനെ ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങളുടെ പ്രവാചകനായ ഈസയും അലൈഹിസ്സലാം മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞു വച്ചത് ഇദ്ദേഹത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ആമന്നാ, ഞങ്ങൾ റബ്ബനാ ആമന്നാ, ഞങ്ങളിതാ വിശ്വസിക്കുന്നു, ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ഞങ്ങളെ അല്ലാഹുവേ നീ ഞങ്ങളെ നിന്റെ വിശുദ്ധ പ്രവാചകന്റെ അനുയായിയായ ഉമ്മത്ത് മുഹമ്മദിൽ ഞങ്ങളെ നീ പെടുത്തേണമേ, ഷാഹിദീങ്ങളുടെ കൂട്ടത്തിൽ എഴുതേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ. ഷാഹിദീങ്ങൾ ആരാ ഷാഹിദീങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു വലിയ കാര്യം പറഞ്ഞു. മുഹമ്മദ് നബി വളരെ വലിയ ഒരു കാര്യം തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ പ്രവാചകന്മാരും സാക്ഷികളാണ്, ഷാഹിദീങ്ങളാണ്. പക്ഷേ ആ കാലഘട്ടത്തിലെ അവരുടെ സമൂഹങ്ങളൊന്നും സാക്ഷികളല്ല, ഷാഹിദീങ്ങളല്ല. പക്ഷേ മുഹമ്മദ് നബി സാക്ഷിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ ഉമ്മത്തും സാക്ഷികളാണ്. കദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനു അലന്നാസി ലിതകൂനു ശുഹദാ അലന്നാസ്
വയകൂന റസൂലു അലൈക്കും ഷഹീദാ കദാലിക ജഅൽനാകും ഉമ്മതൻ വസത. നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കി മാറ്റി. നിങ്ങളെ നാം തീവ്രവാദിയല്ലാക്കിയത് മധ്യത്തിൽ നിൽക്കുന്ന സമൂഹമാക്കി. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് തീവ്രവാദം പാടില്ല, ഒരു കാര്യത്തിലും പാടില്ല. മതത്തിൽ പോലും നീ തീവ്രവാദിയല്ല, മറിച്ച് നിനക്ക് പ്രത്യേകമായൊരു ജീവിത രീതിയുണ്ട്. നീ മതത്തിൻ്റെ ആധ്യാത്മികതയിൽ ജീവിച്ചിട്ട് നീ സകല സമയവും നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചാൽ അഷ്റഫുൽ ഖൽഖിന് പൊരുത്തമല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖിന് അത് പൊരുത്തമല്ല. നീ ജീവിതത്തെ മുഴുവനും മാറ്റി നിർത്തി നിന്റെ ഭാര്യയെ പോലും ഉപേക്ഷിച്ചിട്ട് സമ്പൂർണമായി ദീനിന്റെ മാർഗത്തിൽ ജീവിക്കാൻ എന്ന പേരിലെങ്ങാനും നടന്നാൽ നിന്റെ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടല്ല. അതാണ് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിനോട് ഇത് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാനിനി മാംസം കഴിക്കില്ല റസൂലേ, ഞാനിനി ഭാര്യയുമായി ജീവിക്കില്ല റസൂലേ, ഞാനിനി എൻ്റെ ജീവിതം മുഴുവനും സമ്പൂർണമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പരിത്യാഗബോധത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഉസ്മാൻ, അങ്ങനെയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു അവസ്ഥയിലേക്ക് നീ എത്തുമെങ്കിൽ, എൻ്റെ സുന്നത്തിൽ നിന്ന് നീ മാറുമെങ്കിൽ, നാളെ എൻ്റെ വിശുദ്ധമായ ഹൗദുൽ കൗസറിൻ്റെ മുമ്പിൽ നിന്റെ മുഖം തിരിച്ചു കളയുന്നൊരവസ്ഥയുണ്ടാകുമെന്ന് ഞാൻ ഭയക്കുമെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ മനുഷ്യനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ആ മനുഷ്യന്റെ ഖബറിടമാണ് ആദ്യമായി ജന്നത്തുൽ ബഖീൽ സ്ഥാപിതമായത്. ആ മനുഷ്യൻ വഫാത്തായപ്പോഴാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞത്. ആ മനുഷ്യന്റെ പരിശുദ്ധമായ പൂവദനത്തിലാണ് ഹബീബ് അവിടുത്തെ മുഖം ചേർത്ത് ചുംബിച്ചത്. വല്ലാത്ത മനുഷ്യനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. എന്നിട്ടും ഞാൻ അങ്ങ് മാറി ചിന്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല, അങ്ങനെ മതത്തിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് സമ്പൂർണമായ പരിത്യാഗമാണെന്ന് വരികിൽ ആ മതം എൻ്റെ മതമല്ലെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മതം ഏതാണ്? ഞാൻ ഭക്ഷണം കഴിക്കുകയും ഇറച്ചി കഴിക്കുകയും ഭാര്യമാരുമായി സല്ലപിക്കുകയും ജീവിതത്തിൻ്റെ ആനന്ദങ്ങൾ നിലനിർത്തുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. ഫഹാദിഹി സുന്നത്തി, ഇതാണ് എൻ്റെ വിശുദ്ധമായ ചര്യ. വമൻ അറള അൻ സുന്നത്തി, എൻ്റെ മാർഗം ആരുപേക്ഷിച്ചുവോ അവൻ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല. അതെ, ഇത് മധ്യമാർഗമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നില്ല. ഒന്ന്, മതത്തിൻ്റെ ഈ വിശുദ്ധമായ മാർഗത്തിൽ നിന്ന് ഭൗതികമായ ചിന്തയിലേക്ക് വല്ലാതെ കടക്കുന്നില്ല. ഒന്ന്, മതമെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായ ഇത്തരം തീരുമാനങ്ങളുടെ പിന്നാലെയും പോകുന്നില്ല. രണ്ടിനും മധ്യയാണ് നിന്റെ പോക്ക്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, നിന്നെ മധ്യമ സമൂഹമാക്കി മാറ്റി. മാത്രവുമല്ല, നിങ്ങൾ ആരാണെന്നറിയുമോ? ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് മേൽ നാളെ സാക്ഷികളാണ്. ആദം മുതൽ ഈസ വരെ അലൈഹിസ്സലാം ഈ മഹാപ്രവാചകന്മാരെല്ലാവരും വന്നു നിൽക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരുടെയും ദൗത്യങ്ങളെക്കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, അല്ലാഹുവേ, 950 കൊല്ലക്കാലം ഞാൻ എൻ്റെ പരിശുദ്ധ പ്രബോധനം നടത്തി, വർഷങ്ങൾ അത്രയും നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു. ഒറ്റ കുട്ടി മുസ്ലിമാകാൻ യോഗ്യതയില്ലാത്ത വിധം എല്ലാവരും തന്നെ എൻ്റെ ഈ വാക്ക് കേൾക്കാതെ പോകുന്ന അവസ്ഥ സംജാതമായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർത്തമാനത്തിന്റെ മുമ്പിൽ സാക്ഷി ആരാകണം? ആ ജനത സാക്ഷിയല്ല, പിന്നെ ഏത് ജനത സാക്ഷിയാകും? ലിതകൂനു ശുഹദാ അലന്നാസ്, നാളെ സാക്ഷിയാകാൻ യോഗ്യരാണ് നമ്മൾ. അള്ളാഹു സാക്ഷികളാക്കട്ടെ. ആ യോഗ്യത അള്ളാഹു നമുക്ക് തരട്ടെ. ആ യോഗ്യത വല്ലാത്ത യോഗ്യതയാണ്. അതാണ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നാളെ ഈ റസൂലും നമുക്കെതിരെ സാക്ഷിയാകും. നമുക്ക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്മ ചെയ്യുന്നുവെങ്കിൽ അതിനും, തിന്മ ചെയ്താൽ അതിനും സാക്ഷിയാകാൻ മുഹമ്മദ് നബി ഉണ്ടാകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ചെയ്തതിൻ്റെ പേരിൽ ഹബീബ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സാക്ഷികൾ എന്ന വലിയ പദവിയാണ് മുഅ്മിനീങ്ങൾക്കുള്ളത്. ആർക്ക്? ഉമ്മത്ത് മുഹമ്മദിനുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിനു മുമ്പ് ആർക്കും കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് ഈ യോഗ്യത ആർക്കും കൊടുത്തില്ല. സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യ. നിങ്ങൾ നിക്കാഹിന് സാക്ഷിയാകണമെങ്കിൽ എന്ത് വേണം? പരസ്യമായി ഫിസ്റ്റ് ചെയ്യുന്നതിന് സാക്ഷിയാകാൻ പറ്റുമോ? പരസ്യമായിട്ട് താടി ഒടിച്ചവന് പറ്റുമോ? കാരണം താടി വടിക്കലും ഹറാമാണ്. ഈ റമദാനിന് ശേഷം നിങ്ങളൊക്കെ ഈ ക്ലാസ് കേട്ടതിൻ്റെ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, താടി വടിക്കാതിരിക്കുക, വെട്ടിയാലും വേണ്ടില്ല. കാരണം വയഹ്റുമു ഹൽഖുൽ ലിഹിയത്തി, താടി വടിക്കൽ ഹറാമാണ്. ഇമാം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തൻ്റെ ഫതഹുൽ മുഈനിലും ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തൻ്റെ തുഹ്ഫയിലും രണ്ട് വ്യത്യസ്തമായ സ്വഭാവത്തിൽ പറയുന്നു. യഹ്റുമു, മറ്റൊന്ന് യുക്റഹു തഹരീമൻ, കറാഹത്താണ്. പക്ഷെ കറാഹത്ത് മോശമായ കറാഹത്തല്ല, ഹറാമാകുന്ന കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്താണ്. ഏത്? താടി വടിക്കൽ. ഞാൻ പറഞ്ഞു വെച്ചത്, ഫാസിഖ് എന്ന പ്രഖ്യാപിതമായ അവസ്ഥയിലുള്ളവൻ ഷാഹിദാകാൻ യോഗ്യനല്ല, സാക്ഷിയാകാൻ യോഗ്യനല്ല. നിക്കാഹിന് സാക്ഷിയാകാൻ അവൻ യോഗ്യനല്ല. നിക്കാഹിന് സാക്ഷി എന്ന് പറയണത് എന്തല്ല, അതത്ര മോശമല്ല, അതൊരു വലിയ യോഗ്യതയാണ്. അതാണ് പടച്ചോനെ ആരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം? റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽ പെടുത്തണം. അവരാണ് ലോകത്തെ മുഴുവൻ ജനവിഭാഗത്തിനും സാക്ഷികളാകുന്നത്. അവരുടെ കൂട്ടത്തിൽ പെടുത്തണം. അങ്ങനെ ദുആയിരുന്നു. ആ നജാഷി രാജാവിനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. ഹബീബ് നജാഷി രാജാവ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് പറഞ്ഞു, നജാഷി രാജാവാകുന്ന നിങ്ങളുടെ സുഹൃത്ത് വഫാത്തായിരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നേരെ മുമ്പിലില്ലാത്ത മയ്യത്തിന് വേണ്ടി നമസ്കരിച്ച ഒരു മയ്യത്ത് നമസ്കാരം നജാഷി രാജാവിന്റെ മയ്യത്ത് നമസ്കാരമാണ്. മറ്റൊരു സന്ദർഭം അതിനുണ്ടായതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുനാ സാദത്തുഹും ഈമാനാ വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാനാ. അവർക്ക് ഈമാൻ കൂടും. അവരുടെ ഹൃദയം തരളിതമാകും, അവരുടെ ഹൃദയം പെടപെടക്കും, അവരുടെ ശരീരം പോലും നിർമ്മലമായി മാറും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ആ ഗ്രന്ഥം ഓതാൻ തുടങ്ങിയാൽ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, രക്ഷിതാവിനെ അവന്റെ രോമകൂപങ്ങളിൽ ആനന്ദം തുള്ളിച്ചാടുന്നൊരവസ്ഥയുണ്ടാകും. ثم തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഓർമ്മയിലേക്ക് അവന്റെ ഹൃദയമങ്ങ് തരളിതമാകും, അവന്റെ തൊരിച്ചുരുളുകളും തരളിതമാകും. അള്ളാഹു ആ ബോധം നമുക്ക് തരട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാ? മൊബൈൽ എന്ത് ചെയ്യാ? ഓഫ് ചെയ്യാ. എല്ലാവരും ഓഫ് ചെയ്തോ? കാരണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ വിഷയത്തിൽ നിന്ന് മാറ്റിക്കളെ. അപ്പം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു വിഷയം എടുത്തിടേണ്ടി വന്നതും ഇതാണ്. തൽക്കാലം എല്ലാവരും ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ സൈലന്റിലെങ്കിലും ആക്കി വെച്ചേക്കുക. തൽക്കാലം അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിളിക്കൽ നിർബന്ധമായ സ്ഥലത്തേക്ക് അങ്ങനെ വിളിച്ചോളൂ. ശേഷമാകാം, ഇപ്പോൾ വേണ്ട. എന്താ ശേഷമാകാം, ഇപ്പോൾ വേണ്ട. ഞാൻ പറഞ്ഞു വച്ചത്, ഈ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വച്ചത് ഇതാണ്. നീതി എന്ന് പറയുന്നത് സമ്പൂർണമായും മുസ്ലിങ്ങളുടെ അടിത്തറയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അതാണ് ജൂതന്മാരോട് പറഞ്ഞു വെച്ചത് ഇതാണ്. വല അൻതും അബ്അദുൽ ഖൽഖി ഇലയ്യ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന സമൂഹമാണ്. നിങ്ങളുമായി യാതൊരു ഇഷ്ടവും എനിക്കില്ല. പക്ഷേ വമാ തഹ്മിലുനി ഹുബ്ബിയാഹു വബഗ്ളീ ലക്കും അലാ അല്ലാ അദില ഫീക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. വമാ തഹ്മിലുനി ഹുബ്ബിയാഹു, അഷ്റഫുൽ ഖൽഖിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖിനോട് പ്രേമമുണ്ട് എന്നതിൻ്റെ പേരിൽ നിങ്ങളോട് അനീതി കാട്ടാൻ ഞാൻ ഏതായാലും തയ്യാറല്ല.
ഇന്ന് പറയേണ്ടതല്ലേ ഈ വർത്താനം? എന്താ മനസ്സിലായോ അല്ലേ? എന്താ പറഞ്ഞത്? ആരാ ഇത് പറയണത്? അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹിബ്നു റവാഹ ആരാന്നറിയോ? മൂത്തത്തെ യുദ്ധത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് 3 ആളെയാണ് നേതാക്കന്മാരാക്കി നിശ്ചയിച്ചത്. ഒന്നാമൻ ജഅ്ഫർ ബിൻ അബി താലിബ്, രണ്ടാമൻ അബ്ദുല്ലാഹിബ്നു റവാഹ, മറ്റൊരാൾ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകളെ നിശ്ചയിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യുദ്ധം ഈ 3 നേതാക്കന്മാരാണ് ആദ്യം തുടങ്ങേണ്ടത്. ആദ്യം ജഅ്ഫർ, രണ്ടാമത് അബ്ദുള്ള, മൂന്നാമത് സയ്യിദ്. പിന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ട് വിജയിപ്പിക്കാനുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ആ പതാക എത്തും. അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ എന്താന്ന് മനസ്സിലാവൂലോ അല്ലേ? ജഅ്ഫർ റളിയല്ലാഹു അൻഹു ഓരോ കൈയും വെട്ടി, ഓരോ കൈകൾ വെട്ടിയപ്പോഴും ഈ പതാക ചരിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. കക്ഷത്തിൽ വെച്ചു ആ പതാക. അങ്ങനെ അവസാനവും തൻ്റെ ശരീരം മുഴുവനും 80ഓളം വെട്ടുകൊണ്ട് വീഴുമ്പോൾ മാത്രമാണ് ആ പതാക കൈമാറുന്നുള്ളൂ മഹാനായ ജഅ്ഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ ജനതയെ, അതായത് ഹബീബ് സൈന്യത്തെ വിടാൻ വേണ്ടി സൈനിക സമൂഹത്തെ ഒരുക്കി തയ്യാറാക്കി അവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു തിരിച്ചിറങ്ങിപ്പോരുമ്പോൾ ഒരു ജൂതൻ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അബ്ദുല്ലാഹിബ്നു റവാഹ ആ പറഞ്ഞത് അപകടമാണെന്ന് കൂടി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഇനി തിരിച്ചു വരില്ലെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത് എന്നായിരുന്നു. തിരിച്ചു വരില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ എന്തറിയോ? ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം. സദഖല്ലാഹു വറസൂലു, അഷ്റഫുൽ ഖൽഖും അല്ലാഹുവും സത്യമാണ് പറഞ്ഞത്. ഞാൻ ആ തീരുമാനത്തിനെ, ഹബീബിന്റെ തീരുമാനത്തെ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ എങ്ങോട്ടാണ് പോണതെന്ന്, ഞാൻ എന്തിനാണ് പോണതെന്ന്, എൻ്റെ ജീവിതം അവസാനിക്കുന്നിടത്തേക്കാണ് എൻ്റെ പോക്ക് എന്ന് എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീരുമാനമാണ് സത്യം. ജൂത സഹോദര, നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ മുന്നോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു. ആ യുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ സ്വഹാബത്തിന്റെ ഇടയിൽ പോലും ഹബീബ് ഇത്രയൊന്നും ചിന്തിച്ചില്ലായിരിക്കുമോ എന്നാലോചിച്ചപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു റവാഹയുടെ ഒരു പ്രസംഗം. നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഹബീബ് പറഞ്ഞത് അവിടുത്തെ തീരുമാനം, ആ തീരുമാനം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള മുന്നോട്ട് പോക്കാണ്. 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ നിങ്ങളെ സമ്മതിക്കില്ല എന്ന പ്രസംഗം. ആ പ്രസംഗമാണ് മുഅത്തദ് യുദ്ധത്തിൽ ഈ മഹാന്മാരായ സ്വഹാബാക്കളെ ഒരുമിച്ച് നിർത്തിയത്. ആ മനുഷ്യരാണ് ഇവിടെ പറഞ്ഞത്, എൻ്റെ ഹബീബിനോടുള്ള ഇഷ്ടം, എൻ്റെ ഹബീബിനോടുള്ള ഇഷ്ടം നിങ്ങൾക്കെതിരെ അനീതി കാട്ടാൻ ഒരിക്കലും എന്നെ പ്രേരിപ്പിക്കില്ല. എവിടെടാ ഹമുക്ക നിനക്ക് ഹബീബിനോട് ഇഷ്ടം? സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഇഷ്ടം എന്താ? നോക്കൂ, ഇത് മുഹമ്മദ് നബിയുടെ ഏറ്റവും വിശിഷ്ടനായ സ്വഹാബിയാണ്. നബി തിരുമേനിയുടെ പേരിൽ ഒരുപാട് മനോഹരമായ കവിതകൾ എഴുതിയ മഹാനാണ്. ഖന്തഖ് യുദ്ധവേളയിൽ ഹബീബ് വിശന്ന് അവിടുത്തെ വയറൊട്ടിക്കിടന്ന് സ്വഹാബാക്കൾക്ക് കഴിയാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ആ പരിശുദ്ധ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഉണർത്തുപാട്ടുമായി മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടുന്നുണ്ട്, ഞങ്ങളിതാ അള്ളാഹുവിന്റെ റസൂലിനെ കൈകൊടുത്തു കഴിഞ്ഞു എന്ന്. നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈനാ അബദാ. ഞങ്ങൾ മുഹമ്മദ് നബിയുമായി കരാറ് ചെയ്തവരാണ്. ഞങ്ങൾ ശത്രുവിനെ കാണുമ്പോൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് നബിയുമായി കരാറ് ചെയ്തവരാണ്. അതുകൊണ്ട് തമ്പുരാനെ, സമാധാനം നീ ഞങ്ങൾക്ക് തരണേ, നീ ഞങ്ങൾക്ക് സമാധാനം തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കാലുകളെ നീ മുറുക്കി പിടിക്കണേ, അത് ഒരിക്കലും തെറ്റാത്ത വിധം നീ ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിക്കണേ എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അത് കേട്ടപ്പോഴാണ് ഹബീബ് പോലും പാടിപ്പോയത്, اللهم إن العيش عيش الآخرة وبارك الأنصار والمهاجرة. പാട്ടുകൊണ്ടാണ് അവരിങ്ങനെ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ പരാധീനതകളെയും മാറ്റിയത്. اللهم إن العيش عيش الآخرة. അല്ലാഹുവേ, ഇതൊന്നുമല്ല ജീവിതം, നാളെ പാരത്രിക ജീവിതമാണ് ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ വലിയ ഗർത്തം, ഈ വലിയൊരു ചാലുണ്ടാക്കുകയാണ്. ഒരു സമൂഹത്തെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കിടങ്ങ് കുഴിക്കുകയാണ് തമ്പുരാനെ. വിശന്നൊട്ടിയവരാണ് ഞങ്ങൾ മുഴുവനും. വിശന്നൊട്ടിയതിൻ്റെ പേരിൽ കല്ലുകൾ കെട്ടിവെച്ചവനാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ
പാരത്രിക ജീവിതമാണ് അവസാനത്തെ വിജയത്തിന്റെ സ്ഥലം. അതുകൊണ്ട് തമ്പുരാനെ വബാരിക്കിൽ അൻസാറ വൽ മുഹാജിറ, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും എൻ്റെ കൂടെ നിന്ന് നീ പണിയെടുക്കുന്ന പാവപ്പെട്ടവരായ സ്വഹാബാക്കൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്ന് ഹബീബായ റസൂൽ. ആ മനുഷ്യനാണ് ഇത് പറഞ്ഞത്. ഏത്? ജൂതന്മാരെ, നിങ്ങളോടുള്ള അനിഷ്ടം കൊണ്ട് അനീതി പ്രവർത്തിക്കുമെന്നെങ്ങാനും വിചാരിക്കണ്ട. ഒരനീതിയും എൻ്റെ ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ നീതിയെ കാട്ടു, കാരണം നീതി പഠിപ്പിച്ചൊരു മതത്തിൻ്റെ അനുയായിയാണ് ഞാൻ. അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമായിരുന്നുവെങ്കിൽ 100% ഞാൻ പറയാൻ തയ്യാറല്ല, പക്ഷേ 80% സമുദായത്തോടുള്ള പ്രശ്നങ്ങളെ അവസാനിപ്പിക്കപ്പെടാൻ മറ്റുള്ളവർ നിർബന്ധിതരാകുമായിരുന്നു. ആ മാന്യത കാട്ടിയ ഒരു മനുഷ്യനെ പിന്നെ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള പോലും പറഞ്ഞു വച്ചത്, കാലുഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് പറയുമ്പോഴും ഈ സമാധാന ഭംഗത്തിന്റെ ഇടയിലും ഞാൻ മറ്റൊരാളെ അന്വേഷിക്കാറുണ്ട് അത്ഭുതത്തോടെ. പാണക്കാട്ടെ കൊടപ്പനക്ക തറവാട്ടിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നബറല്ലാഹു മർഖദ. ആരാ പറഞ്ഞത്? അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. ആരാണ് അയാൾ? അയാളാണ് BJPയുടെ നേതാവ്. അയാൾക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്നത് ഈ സമാധാന ഭംഗങ്ങൾ ഉണ്ടാകുമ്പോഴും കാലുഷ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഞാൻ അത്ഭുതത്തോടൊരു മുസ്ലിമിനെ നോക്കിയിട്ടുണ്ട്. തൊപ്പി വെച്ച് തൂവെള്ള ഷട്ടുമിട്ട് പിന്നെ ശുഭ്രധാരിയായി ജീവിക്കുന്ന, ശുഭ്രധാരി മാത്രമല്ല വെള്ള മനസ്സുള്ള നിഷ്കളങ്കമായ മനസ്സുള്ള ഈ ഉമ്മത്തിന്റെ രാജാവായി ജീവിച്ച മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നവറല്ലാഹു മർഖദ. കോടപ്പനക്കൽ തറവാട്ടിൽ അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്നത് ഞാൻ അത്ഭുതത്തോടെ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നു അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. ആ മനുഷ്യരെക്കാളും വലിയ മനുഷ്യൻ ഈ അടുത്ത കാലത്ത്, സമീപകാലത്ത് ജീവിച്ചു പോയിട്ടില്ല. എന്നിട്ട് ആ മനുഷ്യനേക്കാളും വലിയ ഈമാൻ കൊണ്ട് അന്യന്റെ നേരെ കുതിര കയറാൻ നീ പോകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഈമാനല്ലാതെ ശൈത്താനിയത്തും സമുദായത്തെ ഹലാക്കിലെത്തിക്കാനുമുള്ള പണിയാണ്. ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നത് അതാണ്, എൻ്റെ റസൂലിനോടുള്ള പ്രേമം ഒരിക്കലും ഞാൻ അനീതി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ അനീതി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത് എന്ന്. ശത്രുക്കൾ, അതായത് ജൂതന്മാർ, അവിടെ കൂടി നിന്ന് ഈ മഹാനായ ശിഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അരുതേ എന്ന് അഭ്യർത്ഥിച്ച അതേ ജൂതന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഹദീസിന്റെ കിതാബുകളിൽ കാണുന്നത്. ഫഖാലു ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർദ്. ഈ ഒരൊറ്റ വാക്ക് മതി ഭൂമിയും ആകാശവും ജീവിക്കാൻ. ഈ ഒരൊറ്റ വാക്ക് മതി. ഇത് മതി ഭൂമിയും ആകാശവും ജീവിക്കാൻ. ഈ നീതിബോധം അതാണ് മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണിച്ചത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, വദല്ലത്ത് ഹാദിഹിൽ ആയ അലാ അന്ന കുഫ്റൽ കാഫിരി ലാ യുംനഉ മിനൽ അദ്ലി അലൈഹി وأن يقتصر بهم على المستحق من القتال والاسترقاق وأن المثلة بهم غير جائزة وإن قتلوا نساءنا وأطفالنا وغمونا بذلك فليس لنا أن نقتلهم لإيصال الغم والحزن إليهم. ശരിക്കും ശ്രദ്ധിച്ചോ എന്നാ പറഞ്ഞത്? ശത്രുക്കൾ, കാഫിർ, അവൻ വിശ്വാസിയാകാത്തതിന്റെ പേരിൽ അവൻ അനീതി കാണിക്കാൻ പാടില്ലെന്നാണ് ഈ ആയത്തും ഈ സംഭവം പറഞ്ഞു തരുന്നത്. ഒരു പരിധി പറഞ്ഞാൽ അവരിങ്ങോട്ട് ചെയ്തതിന് അതേ സ്വഭാവത്തിൽ തിരിച്ചടിക്കുന്നത് അനുവദനീയമല്ല എന്നുകൂടിയാണ് ഈ ആയത്ത് പറഞ്ഞു തരുന്നത്. നീ ഏതെങ്കിലും ഒരു തുണ്ടം കടലാസിലെ ആ ആയത്തിന്റെ അർത്ഥം വെച്ചിട്ട് അതാണ് വലിയ വലിപ്പം എന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞതൊന്നുമല്ല ഇത് ഖുർആനിന്റെ വളരെ മനോഹരമായ വ്യാഖ്യാനം എഴുതിയ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്സീറിലാണ് ഇത് രേഖപ്പെടുത്തിയത്. തത്തുല്യമായി ഇങ്ങോട്ട് ചെയ്തതുപോലെ തിരിച്ചടിക്കുക എന്നത് അനുവദനീയമല്ലെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അടിവരയിടേണ്ടത് അവിടെയാണ്. നമ്മുടെ പെണ്ണുങ്ങളെ അവർ കൊന്നാൽ, നമ്മുടെ കുഞ്ഞുമക്കളെ അവർ കൊന്നാൽ, ഇതൊക്കെ കൊണ്ട് നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചാലും തിരിച്ച് അതുപോലെ പെണ്ണുങ്ങളെ കൊല്ലാനും കുഞ്ഞുമക്കളെ കൊല്ലാനും അത്തരം അതിക്രമം ഉണ്ടാക്കാനും അങ്ങനെ ചെയ്തിട്ട് അവർക്ക് വിഷമമുണ്ടാക്കാൻ നമുക്ക് അനുവദനീയമല്ലെന്നാണ് ഈ ആയത്ത് നിന്നെ പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്?
എന്താ പറഞ്ഞേ? ഉറങ്ങിയോ? ഏതെങ്കിലും ചെറുപ്പക്കാരന് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതോടെ കോലടിച്ചു വെച്ചോളൂ, ഇതോടെ കോലടിച്ചു വെച്ചോളൂ. എവിടെയെങ്കിലും കണ്ട അക്രമത്തിന്റെ പേരിൽ തിരിച്ചക്രമം എന്ന് പറയുന്നതിനെ ഒരു കാരണവശാലും ഇസ്ലാം ന്യായീകരിക്കുന്നില്ലെന്നർത്ഥം. നമ്മുടെ പെണ്ണുങ്ങളെയും കൊച്ചുമക്കളെയും അവർ കൊന്നു. ദേഷ്യമുണ്ടാകാം, ഇതൊന്നുമല്ല പറഞ്ഞത്. നമ്മളെ ആകെ വിഷമിപ്പിച്ചു അവർ. എന്നാലും തിരിച്ച് ഇതേ പെണ്ണുങ്ങളെയും കൊച്ചുമക്കളെയും കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. അവർക്ക് ദുഃഖമുണ്ടാക്കാനും അവർക്ക് മനോവിഷമമുണ്ടാക്കാനും അവരുടെ പെണ്ണുങ്ങളെ കൊല്ലുകയോ അവരുടെ കൊച്ചുമക്കളെ അതിക്രമിക്കുകയോ ചെയ്യാൻ യാതൊരു അനുവാദവും ഈ ദീൻ തരുന്നില്ല.